പാഠം 863. മിന്നുന്നതെല്ലാം പൊന്നല്ല. അതെ അതെ, ഞാനൊരു കാര്യം പറഞ്ഞ മോഹനേട്ടൻ അത് കേൾക്കുന്ന പടം നടക്കില്ല എന്ന് പറയല്ലേ. നടക്കാത്ത കാര്യമാണെങ്കിൽ നടക്കില്ല എന്നല്ലേ പറയാൻ പറ്റൂ. നടത്താൻ പ്രയാസം എന്നുള്ള കാര്യമല്ല മോനേട്ടാ, പക്ഷെ അതിനുള്ളൊരു മനസ്സ് വേണം. വളച്ചു കെട്ടി പറഞ്ഞത് മതി, നീ കാര്യം പറ. അതെ, ഞാനൊരു വക്കീലാണല്ലോ. അതെനിക്ക് നേരത്തെ അറിയുന്ന കാര്യല്ലേ. ഞാനൊന്ന് മുഴുവൻ പറഞ്ഞോട്ടെ. ഞാൻ ഒരു വക്കീലാണ്, ഒരുപാട് കേസുകളുണ്ട്, എന്നും കോടതി പോകേണ്ട ആളുമാണ്, ഒത്തിരി ആളുകളെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യേണ്ട ആളാ. ശരിയല്ലേ? ആയിരിക്കാം. മോഹനേട്ടന് അതുപോലെ തന്നെ എല്ലാ ദിവസവും വില്ലേജ് ഓഫീസിൽ പോകേണ്ട ആളാ. എന്തെങ്കിലും പറയാനാണെങ്കിൽ നേരെ പറയണം, എനിക്ക് സമയമില്ല. അയ്യോ, ഞാൻ പറയാം. മോഹനേട്ടന് ഓരോ ദിവസം പോകുമ്പോഴും ഓരോ ഷർട്ട് ഇട്ടുണ്ടല്ലേ പോകുന്നത്. ഈ ഷർട്ട് ഇനി 3 ആഴ്ച കഴിഞ്ഞല്ലേ മോഹനേട്ടൻ ഇടുള്ളൂ. അതെന്തുകൊണ്ടാ? എല്ലാ ദിവസവും ഒരേ ഷർട്ട് തന്നെ ഇട്ടുകൊണ്ട് പോകുമ്പോ ആളുകളൊക്കെ കരുതും ഇയാൾക്കാകെ ഈ ഒരു ഷർട്ട് മാത്രമേ ഉള്ളൂന്ന്. അതുപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും ഒരേ സാരിയോ ഒരേ ചുരിദാർ ഇട്ടുകൊണ്ട് എന്നിട്ടുണ്ടെങ്കിൽ അതിനും ആളുകൾ കളിയാക്കൂലേ? കളിയാക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു ഷർട്ട് വാങ്ങാനുള്ള പണമേ എന്റെ കയ്യിലുള്ളൂ എങ്കിൽ ഞാൻ എന്നും ആ ഷർട്ട് മാത്രം ഇട്ടല്ലേ പറ്റൂ. അതെ, പക്ഷെ ഒന്നിൽ കൂടുതൽ ഷർട്ട് വാങ്ങാനുള്ള പൈസ ഉള്ളത് കൊണ്ട് മോഹനേട്ടൻ ഒന്നിൽ കൂടുതൽ ഷർട്ട് വാങ്ങി ഞാൻ വേറെ വേറെ ചുരിദാറുകളും വാങ്ങുന്നു. നീ പറയാൻ വന്ന കാര്യം എന്താണ്? അതെ, ഞാൻ എല്ലാ ദിവസവും ഒരേ കമ്മലിട്ടോണ്ടാ പോകുന്നുള്ള കാര്യം മോഹനേട്ടൻ അറിയാമോ? ആവശ്യമില്ലല്ലോ. അങ്ങനെയല്ല, വക്കീൽ ഓഫീസിലുള്ള ബാക്കി പെണ്ണുങ്ങൾക്കെല്ലാം മാറി മാറി ഇടാനുള്ള കമ്മലുണ്ട്. വിധിക്കാണെങ്കിൽ 6 കമ്മലുണ്ട്, ശാലിനിക്ക് 5, പ്രീമതിക്കാണെങ്കിൽ 7 കമ്മലുണ്ട്. ഇങ്ങനെ മാറി മാറി കമ്മലിട്ട് പരസ്യത്തിൽ അഭിനയിക്കാനൊന്നുമല്ലല്ലോ നീ പോകുന്നത്, കോടതിയിലേക്കല്ലേ. കേസ് വാദിക്കുന്ന വക്കീലന്മാർക്ക് എത്ര കമ്മലുണ്ട് എന്ന് നോക്കിയിട്ടല്ലേ ജഡ്ജി വിധി പറയുന്നത്. അതെ, എനിക്കിന്ന് യോഹനൻ ചേട്ടൻ ഫീസ് തരും. അതും എന്റെ കയ്യിലുള്ള പൈസ കൊണ്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു ജോഡി കമ്മല് വാങ്ങാൻ പറ്റും. ഞാൻ വാങ്ങിക്കോട്ടെ? നീ ഇത്രയും വളച്ചു കെട്ടിക്കൊണ്ട് വന്നപ്പോഴേ എനിക്കറിയാമായിരുന്നു എന്തോ ഭയങ്കരമായ ചില പൈസ ചിലവുള്ള കാര്യമാണ് പറയാൻ പോകുന്നത് എന്ന്. അങ്ങനെ കമ്മല് വാങ്ങിക്കളയാനായിട്ട് ഇവിടെ പൈസ ഇല്ല, അത് നടക്കില്ല. എനിക്കറിയായിരുന്നു മോഹനേട്ടൻ ഇങ്ങനെ പറയുള്ളൂന്ന്. മോഹനേട്ടൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കണമെന്നുള്ളതല്ലാതെ എന്റെ ആവശ്യങ്ങളെ പറ്റി മോഹനേട്ടൻ ആലോചിച്ചുകൂടിയില്ലല്ലോ. മറ്റുള്ളവരെ കളിയാക്കി ചിരിക്കുമ്പോ നാണം കിടന്നു മുഴുവൻ ഞാനോ? ഞാൻ എന്തായാലും കമ്മല് വാങ്ങിയിരിക്കും ഇന്ന് തന്നെ. ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം മുഴുവൻ ഇങ്ങനെ തോന്നും പോലെ ചെലവാക്കി കളയാനാണോ നിന്റെ പരിപാടി? അത് ഞാൻ സമ്മതിക്കില്ല. വെറുതെ എന്നോട് വഴക്കിന് വരണ്ട. സത്യം പറഞ്ഞ ഇക്കാര്യത്തിൽ എനിക്ക് മോഹനേട്ടന്റെ സഹായം ആവശ്യമില്ലാത്തതാണ്. ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം എന്റെ സൗകര്യം പോലെ ചെലവാക്കാൻ എനിക്ക് ആരുടെ അനുവാദം ആവശ്യമില്ല. ഞാൻ നിന്റെ ഭർത്താവാണ്. അതുകൊണ്ട് ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം എന്നുള്ളതാണ് നമ്മുടെ നാട്ടു നടപ്പ്. നാട്ടു നടപ്പുകൾ അങ്ങനെ പലതും ഉണ്ടാവും മോനേട്ടാ, അതെല്ലാം നമ്മൾ അനുസരിക്കണമെന്നുണ്ടോ? ഇല്ലല്ലോ. ഭാര്യ ഭർത്താവിനെ അനുസരിച്ചോളണം എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിട്ടുണ്ടോ? കുടുംബത്തിന് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന അനുസരിച്ച് ഭർത്താവാണ് കുടുംബനാഥൻ, ഭാര്യ വേലക്കാരി. ഞാനൊരു വക്കീലാണ്. എന്റെ അധികാരങ്ങളെയും അവകാശങ്ങളെയും പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ ഇന്ന് കമ്മല് വാങ്ങും. നിന്നെ പെണ്ണാണ വന്നതിനെ ചെറിയമ്മ പറഞ്ഞ ഒരു വക്കീലെ കല്യാണം കഴിക്കണ്ട, അവള് ഭയങ്കര അഹങ്കാരിയാണ്, പറഞ്ഞ അനുസരിക്കുന്നില്ലേ? അന്ന് ചെറിയമ്മ പറഞ്ഞ അനുസരിക്കാത്തതിന് ശിക്ഷയാണ് ഞാൻ ഇപ്പൊ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. ചെറിയമ്മാവന് വയസ്സ് 65 കഴിഞ്ഞില്ലേ മോനട്ടാ? അമ്മാവന്റെ കാലത്ത് പെണ്ണുങ്ങളെ വരട്ടെ ആണുങ്ങൾ കുടുംബം ഭരിച്ചിരുന്നു എന്നുള്ളത് നേരെ തന്നെയാണ്.
പക്ഷെ കാലം ഒരുപാട് മാറിപ്പോയില്ലേ. ഇക്കാലത്ത് വെറുതെ പെണ്ണുങ്ങളെ ഭരിക്കാൻ വന്നിട്ട് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ആ പരിപാടിയാ നടക്കൂല. ആര് പറഞ്ഞു? കുന്നും പുറത്തെ സുലോചനയെ നിനക്കറിയാമല്ലോ. അവർ ഇന്നലെ എന്നെ കാണാൻ വില്ലേജ് ഓഫീസിൽ വന്നിരുന്നു. വേറെ എന്തൊക്കെയാണ് സുലോചന വിശേഷങ്ങള്? ഇത് പുതിയ സാരിയാണെന്ന് തോന്നുന്നല്ലോ. അല്ല പ്രഭേ, കല്യാണം കഴിഞ്ഞ കാലത്ത് വാങ്ങിയതാ. ഇപ്പൊ അങ്ങനെ സാരി വാങ്ങാനുള്ള പൈസയൊന്നും ഇല്ല. വിജയൻ ചേട്ടന്റെ ശമ്പളം കൊണ്ട് മാത്രം ചെലവ് നടക്കണ്ടേ? വിജയന് ഭയങ്കര ചെലവാണെന്നാണല്ലോ നാട്ടുകാർ പറയുന്നത്. പല സ്ഥലത്തു നിന്നും കടം വാങ്ങാറുണ്ടെന്നും കേട്ടു. കേട്ടതൊക്കെ സത്യവാ കാഞ്ചന സാറേ. പക്ഷെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? ഭർത്താവ് പറയുന്നത് അനുസരിക്കല്ലേ ഭാര്യയുടെ കടമ. സുലോചന, നമസ്കാരം സാർ. നമസ്കാരം. എന്താ ഇവിടെ? ഞാൻ കരം തീർത്ത രസീത് വാങ്ങാൻ വന്നതാ സാറേ. എന്നിട്ട് കിട്ടിയോ? എഴുതിക്കൊണ്ടിരിക്കുക സാറേ. സുലോചന ഒന്ന് വരൂ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്തായിരിക്കും പ്രഭേ മോഹനകൃഷ്ണൻ സാറിന് സംസാരിക്കാനുള്ളത്? വേറെന്താ, വിജയനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനായിരിക്കും. ചെന്ന് നോക്ക്. എന്താ സാർ? ഞാന് സുലോചനയുടെ കുടുംബകാര്യത്തിൽ ഇടപെടുകയാണെന്ന് തോന്നരുത്. എന്നാലും പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയണമല്ലോ. വിജയൻ നാട്ടിൽ പലരുടെയും കയ്യിൽ നിന്നും പണം കടം വാങ്ങുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. ഇങ്ങനെ ധൂർത്തടിച്ചാൽ ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരില്ലേ? സുലോചന വിജയനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. ഞാൻ പറയാറുണ്ട് സാർ. പക്ഷെ വിജയേട്ടൻ ആകെ മനപ്രയാസത്തിലാ. അങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുകയാ. പിന്നെ വിജയൻ ചേട്ടൻ എന്തൊക്കെ ചെയ്താലും കുറ്റം പറയാൻ ഞാനില്ല സാർ. എനിക്ക് അത്രയ്ക്ക് സ്നേഹവും ബഹുമാനവും. ആ മനുഷ്യൻ എനിക്ക് ദൈവത്തെ പോലെയാ. വിജയൻ ചേട്ടന് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല. വിജയൻ ചേട്ടൻ പറയുന്നതിനൊന്നും ഞാൻ എതിര് പറയേയില്ല. ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്നവളല്ലേ സാർ ഭാര്യ. ഭാര്യമാരായാൽ അങ്ങനെ വേണം. ഭർത്താവ് പറയുന്നതിനപ്പുറം ഒരു വാക്ക് പറയില്ല. സുലോചനെ പോലൊരു ഭാര്യ കിട്ടാനുള്ള ഭാഗ്യം എനിക്കില്ലാതെ പോയി. എങ്കിൽ പിന്നെ എന്നെ അങ്ങ് ഡൈവോഴ്സ് ചെയ്തിട്ട് പോയി സുലോചന അങ്ങ് കേട്ട് ആ പ്രശ്നം അതോടെ അങ്ങ് തീരുമല്ലോ. നിന്റെ ഡൈവോഴ്സ് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ സുലോചന വിജയന്റെ ഭാര്യയായി പോയില്ലേ? അല്ലായിരുന്നു ഉറപ്പായിട്ട് ഞാൻ സുലോചനയെ കല്യാണം കഴിച്ചാൽ. ഈ കല്യാണം എന്നത് ലോട്ടറി എടുക്കുന്നത് പോലെയാണ്. നീ കണ്ടിട്ടുണ്ടോ? ഞാനെടുത്ത ലോട്ടറി അടിച്ചില്ല, അത് തന്നെ. കൊള്ളാലോ. ഹലോ സർ, ഞാൻ കാഞ്ചനയാ. എന്താ കാഞ്ചനെ? സർ, ഇന്ന് ഞാൻ ഓഫീസിലേക്ക് വരുന്നുണ്ട്. ലീവാണെന്നല്ലേ പറഞ്ഞത്? അല്ല സർ, പ്രഹ്ലാദൻ ചേട്ടന് വേറെ എന്തോ അത്യാവശ്യം വന്നത് കൊണ്ട് ഞങ്ങൾ ഇന്ന് പാലുകാച്ചിന് പോകുന്നില്ല. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞില്ലേ സർ, പ്രഹ്ലാദൻ ചേട്ടൻ പറയുന്നതിനപ്പുറം എനിക്കൊരു വാക്കില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ഓഫീസിലേക്ക് വരുവാണേ. നന്നായി. ശരി സർ, ഓക്കെ. ഭാമേ, എന്താ? കാഞ്ചനയാണ് വിളിച്ചത്. കാഞ്ചന എന്തിനാ എന്നെ വിളിക്കുന്നത്? കാഞ്ചന വിളിച്ചത് എന്നെയാ. എന്തിനാണ് കാഞ്ചന വിളിച്ചത് എന്ന് നിനക്കറിയാമോ? അത് ഞാൻ ഇങ്ങനെ അറിയാനാണ്. പറഞ്ഞു തരാം. ഓ, ഇന്നലെ വൈകിട്ട് കാഞ്ചന എന്നോട് പറഞ്ഞ് ഇന്നൊരു ദിവസം ലീവ് വേണമെന്ന്. മണി 5 സാർ ഇതുവരെ ഇറങ്ങാത്തെന്താ? എന്തെങ്കിലും ജോലി ബാക്കി കാണും. കണ്ണു സർവാ, ഇനി ഇവിടെ നിന്നാ ചിലപ്പോ നമ്മളെ പോകാൻ സമ്മതിക്കില്ല. അല്ല, എനിക്ക് സാറിനൊന്ന് കാണണമായിരുന്നു. നാളത്തെ കാര്യം പറയണ്ടേ? അതിതുവരെ പറഞ്ഞില്ലേ? ഇല്ലെന്നേ. എന്താ നിങ്ങൾ ഇറങ്ങുന്നില്ലേ? സർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് നാളെ ഒരു ദിവസത്തേക്ക് ലീവ് വേണമായിരുന്നു. നാളെയോ? പ്രഹ്ലാദൻ ചേട്ടന്റെ ഒരു ബന്ധുവിന്റെ വീട് പാല് വെച്ചാ.
അതിന് പോയേ പറ്റൂ. താലൂക്ക് ഓഫീസിൽ കൊടുക്കാനുള്ള റിപ്പോർട്ട് സമയത്ത് തീരണമെങ്കിൽ നാളെ കാഞ്ചന് കൂടി ഉണ്ടായേ പറ്റൂ. റിപ്പോർട്ട് വൈകിയാൽ തഹസിൽദാർ എന്നെ ആവും വഴക്ക് പറയുക. പക്ഷേ എനിക്ക് നാളെ പോയേ പറ്റൂ സർ. പാല് കാച്ചിന് പ്രഹ്ലാദം പോയാലും മതിയല്ലോ, കാഞ്ചന പോകുന്നതിനാണ്. അങ്ങനെ പറയരുത് സാർ. പ്രഹ്ലാദൻ ചേട്ടൻ ഒരു കാര്യം പറഞ്ഞാൽ അതിന് ഞാൻ എതിര് പറയില്ല സാർ. പ്രഹ്ലാദൻ ചേട്ടന്റെ വാക്കിനപ്പുറം ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. നാളെ കാഞ്ചന വന്നില്ലെങ്കിൽ റിപ്പോർട്ട് വൈകും. അപ്പോ തഹസിൽദാർ കാരണം ചോദിക്കും. ഞാൻ പറയും കാഞ്ചന കാരണമാണ് റിപ്പോർട്ട് വൈകിയതെന്ന്. സാറേ, ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് ഈ ജോലിയെക്കാളും വലുത് എന്റെ പ്രഹ്ലാദേട്ടനാ. പ്രഹ്ലാദൻ ചേട്ടനെ അനുസരിച്ചതിന്റെ പേരിൽ എന്റെ ഈ ജോലി പോവാണെങ്കിൽ ഇങ്ങ് പൊക്കോട്ടെ സാർ. ഭർത്താവിനെ ദൈവത്തെ പോലെ കാണുന്ന സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നിനക്ക് മനസ്സിലായല്ലോ. പ്രഹ്ലാദന് എന്തോ അത്യാവശ്യമുള്ളതിനാൽ ഇന്ന് പാല് കാച്ചിന് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ലീവ് വേണ്ട സാറേ എന്ന് പറയാനാണ് കാഞ്ചന വിളിച്ചത്. കാര്യം പറഞ്ഞിട്ട് കാഞ്ചന എന്നോട് പറഞ്ഞ വാചകം കേട്ട് എനിക്ക് രോമാഞ്ചം ഉണ്ടായി പോയി. രോമാഞ്ചം. കാഞ്ചന എന്താ പറഞ്ഞത്? പ്രഹ്ലാദൻ ചേട്ടൻ പറയുന്നതിനപ്പുറം എനിക്കൊരു വാക്കില്ല. നീ ഒരു വക്കീലാണ്, നിനക്ക് ജോലിയുണ്ട്, നിനക്ക് വരുമാനമുണ്ട് എന്നൊക്കെയാണല്ലോ നീ പറഞ്ഞുണ്ടാക്കുന്നത്. കാഞ്ചനയും ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ്, നല്ല ശമ്പളമുണ്ട്. എന്നിട്ടും കാഞ്ചനയ്ക്ക് ഭർത്താവിനോട് വലിയ ബഹുമാനമാണ്. ആ പ്രഹ്ലാദൻ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ കാഞ്ചനയെയും മോഹനേട്ടന് കെട്ടാമായിരുന്നു. ഇത് സുലോചനയുടെയും കാഞ്ചനയുടെയും മാത്രം കാര്യമല്ല. എല്ലാ സ്ത്രീകളും ഭർത്താവിനെ ബഹുമാനിക്കുന്നവരാണ്, നീ ഒഴികെ. ഞാനൊരു കമ്മല് വാങ്ങാതിരിക്കാനായിട്ടാണോ മോഹനേട്ടൻ ഈ നാട്ടിലുള്ള പെണ്ണുങ്ങളെ മുഴുവൻ പുകഴ്ത്തി പറഞ്ഞോണ്ടിരിക്കുന്നത്? പുകഴ്ത്തിയതല്ലോ, സത്യം പറഞ്ഞതാ. എനിക്ക് കിട്ടാതെ പോയ ഭാഗ്യം മറ്റുള്ളവർ കിട്ടിയപ്പോ ഒരു സങ്കടം. പറഞ്ഞ കാര്യമില്ലല്ലോ, ചെറിയമ്മാവന്റെ വാക്ക് കേൾക്കാത്തതിന് ദോഷം. ഇനി ആ ചെറിയമ്മാവൻ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ അങ്ങനെ വിഷം കളി കൊടുക്കും. നോക്കൂ, മനസ്സിലായില്ലേ? ഞാൻ ഓഫീസിൽ പോകുന്നു. കാപ്പി കുടിച്ചില്ലല്ലോ. എന്നെ അനുസരിക്കാത്ത നീ ഉണ്ടാക്കുന്ന ഒരു സാധനവും എനിക്ക് വേണ്ട. ഓ, അപ്പൊ അതാണല്ലേ ലൈൻ. നിരാഹാര സമരം. അങ്ങനെ ഒന്നും കഴിക്കാതിരിക്കുമ്പോ സ്നേഹം കൂടി വന്ന് ഞാൻ കമ്മല് വേണ്ട എന്ന് പറയുന്നല്ലേ മോഹനോട് വിചാരിച്ചു വെച്ചിരിക്കുന്നേ. അത് വെറുതെയാണ്. ഞാൻ അങ്ങനെയൊന്നും കരുതിട്ടല്ല ഭക്ഷണം വേണമെന്ന് വെച്ചത്. നീ ഉണ്ടാക്കുന്ന ഭക്ഷണം വായിൽ വെച്ച് തിന്നാൻ കൊള്ളില്ല. പക്ഷെ അത് പറഞ്ഞാ നിനക്ക് പ്രയാസമാകുമല്ലോ എന്ന് കരുതി ഇതുവരെ ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഓ, പക്ഷേ ഇപ്പൊ നീ എന്നെ അനുസരിക്കില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി എനിക്കത് പറയാമല്ലോ. നീ ഉണ്ടാക്കുന്ന ഒരു വസ്തുവും കഴിക്കാൻ കൊള്ളില്ല. അതിലും നല്ലത് കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ പോയി ചൂടുവെള്ളം കളി കുടിക്കുന്നത്. അതൊരു പുതിയ അറിവാണല്ലോ മോനട്ടാ. കഴിഞ്ഞ 5-6 വർഷം ഞാൻ വെച്ചുണ്ടാക്കുന്നൊക്കെ വലിച്ചു വാരത്തിന്ന് സുഖമായി ജീവിച്ചിട്ട് ഇപ്പൊ എന്നെ കുറ്റം പറയുന്നല്ലേ? കൊള്ളാം. ഞാൻ കാര്യം പറഞ്ഞത്. ഓഹോ, ഇന്ന് നീ എന്താ കഴിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കി. ഇന്നലെ ഇഡ്ഡലി. ഇങ്ങനെ എല്ലാ ദിവസവും ഒരേ സാധനം തന്നെ തിന്നാൻ ഞാൻ പശുവും പട്ടിയൊന്നും അല്ല. ഓരോ ദിവസവും വ്യത്യസ്തമായ ഭക്ഷണം ഉണ്ടാക്കി ഭർത്താവിന് കൊടുക്കുന്നതാണ് ഭാര്യയുടെ മിടുക്ക്. അങ്ങനെ എന്നും വ്യത്യസ്തമായ ഭക്ഷണം തന്നെ കഴിക്കണമെങ്കിൽ കൃഷ്ണൻകുട്ടിയുടെ ചായക്കട തന്നെ പോയി കഴിച്ചോളാം. ഞാൻ ഇവിടെ നടത്തുന്നത് ഹോട്ടലല്ല, വീടാണ്. നാട്ടിൽ ഈ ഒരു വീട് മാത്രമാണ്. കഴിഞ്ഞ ദിവസം പുത്തമ്പുരയിലെ ബാബുവിനെ വഴിയിൽ വെച്ച് കണ്ടപ്പോ അയാൾ പറഞ്ഞെന്തെന്നറിയാമോ? സാറിനോട് ചോദിച്ചിട്ട് ചെയ്താൽ പിന്നീട് ഒരു അബദ്ധം പറ്റില്ലല്ലോ. എനിക്കാണെങ്കിൽ ഇതിനു മുമ്പ് ഭൂമി വാങ്ങി പരിചയവുമില്ല. ഭൂമി വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാതെ ചില ആളുകൾ ഭൂമി കണ്ട് ഇഷ്ടപ്പെട്ട് ഓടിച്ചെന്നങ്ങ് വാങ്ങിച്ചു കളയും. അത് കഴിഞ്ഞ് വില്ലേജ് ഓഫീസിൽ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ അറിയുന്നത്. നമുക്ക് കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ ഒരു ചായ കുടിച്ച് സംസാരിക്കാം. അവിടെ ആകുമ്പോ വേറെയും ആളുകൾ ഉണ്ടാവുമല്ലോ. അവർക്കൊക്കെ ഞാൻ പറയുന്നത് കേട്ട് പഠിക്കാനും പറ്റും. അയ്യോ, ചായക്കടയിലേക്ക് ഞാനില്ല സാർ. അവിടെ വന്ന് ചായ കുടിക്കേണ്ടി വരില്ലേ? ചായ കുടിക്കില്ലേ? ചായ കുടിക്കും വീട്ടിൽ നിന്ന്. ചായയല്ല,
സകല ഭക്ഷണവും ഞാൻ വീട്ടിൽ നിന്നാ. വേറെ ഒന്നും കൊണ്ടല്ല സാർ, ശാരദയ്ക്ക് നല്ല ഒന്നാന്തരമായി പാചകം ചെയ്യാൻ അറിയാം. അത് കഴിച്ച് ശീലിച്ച എനിക്ക് പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി ആലോചിക്കാൻ പോലും വയ്യ. ശാരദയ്ക്കാണെങ്കിൽ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷണം ഉണ്ടാക്കണമെന്നുള്ള ഒറ്റ വിചാരമേ ഉള്ളൂ. എല്ലാ ദിവസവും അവള് പുതിയ പലഹാരങ്ങൾ ഉണ്ടാക്കും. എന്റെ ഭാര്യ കൊണ്ട് പറയുകയല്ല സാർ, നല്ല കൈപുണ്യ. വച്ചുണ്ടാക്കുന്ന എന്തായാലും ഭയങ്കര രുചിയായിരിക്കും. അങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയത് തന്നെ ഭാഗ്യമല്ലേ സാർ? അപ്പോൾ അവളുണ്ടാക്കുന്ന നല്ല ഭക്ഷണം കളഞ്ഞ് പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഭ്രാന്തുണ്ടോ സാർ? അങ്ങനെ ഒരു ഭാര്യയുള്ളത് ഭാഗ്യം തന്നെയാ. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യ എന്റെ ശാരദ. എന്റെ സന്തോഷത്തിന് വേണ്ടി അവൾ എന്തും ചെയ്യും. അങ്ങനെയാണ് ഭാര്യമാർ. ഭർത്താവിന് നല്ല ഭക്ഷണം ഉണ്ടായിക്കൊടുത്ത് അയാളെ സന്തോഷിപ്പിക്കുന്നു. പക്ഷെ നീ എന്താ ചെയ്യുന്നത്? എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് വേണേ എടുത്തിട്ട് കഴിച്ചിട്ട് പോ. ബാബുവിന്റെ ഭാര്യ ശാരദയെ പോലൊരു ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊരു ഭാഗ്യമായിരുന്നു. നീയൊക്കെ ശാരദയുടെ കാല് തൊട്ട് എഴുതി എന്തെങ്കിലും വെച്ചിട്ടാക്കി പഠിക്കണം. അറിയങ്ങോട്ട്. ആ സാറേ നമസ്കാരമുണ്ട്. സാറെന്ന് ഇത്തിരി നേരത്തെ ആണല്ലോ, ഇത് എന്ത് പറ്റി? ഞാൻ കാപ്പി കുടിച്ചില്ല. പോകുന്ന വഴി കൃഷ്ണൻകുട്ടി ചായ കടക്കാരണം. ആ എന്നിട്ട് സാറേ കാപ്പി കുടിക്കാത്തെ? ഓ മനസ്സിലായി, വക്കീലുമായിട്ട് രാവിലെ വഴക്കുണ്ടാക്കിയല്ലേ? എങ്ങനെ വഴക്കുണ്ടായിരിക്കും? അധ്വാനിച്ചുണ്ടാക്കുന്ന പണം തോന്നും പോലെ ധൂർത്തടിച്ച് കളയുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. ഇനി മേലിൽ ഭാമ ഉണ്ടാക്കുന്ന ഒന്നും കഴിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ ഇറങ്ങി പോയത്. അല്ല, ഞാൻ വക്കീലിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരികയായിരുന്നു. വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒത്തുതീർപ്പ് ഞാൻ സംസാരിക്കാം. ഓരോ ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറാ. എന്താ വക്കീലിനെ കണ്ട അത്യാവശ്യം? ഒരു കേസുണ്ട്. ഏത് കേസ്? ഡൈവേഴ്സ് കേസ്. സാറിന് ആളെ അറിയാം. ആ കുന്നുംപുറത്തെ സുലോചനയുടെ വിജയന്റെ കേസാ. സുലോചന വിജയനോ? ഓ, അവർ രണ്ടുപേര് തമ്മിൽ കല്യാണം കഴിച്ചതിന്റെ പിറ്റേ ദിവസം മുതൽ തുടങ്ങിയതാണ്. ഈ വിജയം പറയുന്നൊന്നും സുലോചന അനുസരിക്കൂല. പക്ഷെ നാട്ടുകാരറിയാതെ സംഗതി അങ്ങ് മൂടി വെച്ചു. മറ്റുള്ളവരുടെ കണ്ണിൽ ഭയങ്കര സ്നേഹമുള്ള ഭാര്യയും ഭർത്താവും. വീട്ടിലാണെങ്കിലോ പൊരിഞ്ഞ വഴക്കും. ഈ സുലോചനയുടെ അധിക ചെലവ് കാരണം വീട്ടുകാര്യങ്ങളൊക്കെ ഒരു വഴിക്കായി. വിജയൻ ജോലി ചെയ്യുന്നുണ്ടാക്കുന്ന കാശ് എല്ലാം സുലോചനെ ഏൽപ്പിക്കും. പക്ഷേ അതുകൊണ്ടൊന്നും അവക്ക് മതിയാവൂല. പിന്നെ പിന്നെ വിജയൻ കടം വാങ്ങാൻ തുടങ്ങി. ആളുകൾ കരുതിയത് പൈസ നശിപ്പിക്കുന്നത് വിജയനാണ് എന്നാണ്. കാരണം ഈ സുലോചന എല്ലാവരുടെ മുമ്പിൽ നല്ല കുട്ടിയല്ലേ. ഇപ്പൊ എന്താണ്, സുലോചനയ്ക്ക് കാർ വാങ്ങണം. അത് നടക്കൂല എന്ന് വിജയൻ തീർത്ത് പറയുകയും ചെയ്തു. വിജയൻ അറിയാതെ ലോൺ എടുത്ത് കാറ് വാങ്ങാനുള്ള പരിപാടി ഈ സുലോചന ആലോചിച്ചു. വിജയന്റെ പേരിലുള്ള ഭൂമിയുടെ കരതീർന്ന രസീത് ജാമ്യം കൊടുക്കാനായിരുന്നു പരിപാടി. അതും കൂടി അറിഞ്ഞതോടെ രണ്ടുപേരും മുട്ടം വഴക്കായി. വിജയൻ ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ലോഡ്ജിൽ മുറിയെടുത്തു. ഇനി വീട്ടിലോട്ടേ ഇല്ല എന്നാണ് വിജയൻ പറഞ്ഞത്. രാവിലെ എന്നെ വിളിച്ച് വിജയൻ ഡൈവേഴ്സ് കേസ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. നല്ലൊരു വക്കീലിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോ ഞാൻ നമ്മുടെ വക്കീലിന്റെ പേര് പറഞ്ഞു. എത്ര കാശ് വേണമെങ്കിലും കൊടുക്കാം, എത്രയും പെട്ടെന്ന് ഡൈവേഴ്സ് വേണമെന്നാണ് വിജയൻ പറയുന്നത്. അഡ്വാൻസ് ആയി 5000 രൂപ എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഇത് കാണുമ്പോ വക്കീലിന് ഭയങ്കര സന്തോഷമായിരിക്കും. അവൾക്ക് സന്തോഷമാകും, പക്ഷെ അതോടെ എന്റെ കാര്യത്തിനൊരു തീരുമാനമാകും. അപ്പൊ ശരി സാറേ, വക്കീലിനെ കണ്ടിട്ട് വരാം. ഇത്തരം കേസൊന്നും എന്റെ ഭാവം ബാധിക്കില്ല. അതെന്ത്? ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ തെളിച്ച് കിട്ടുന്ന പൈസ ഭാമയ്ക്ക് വേണ്ട. എന്റെ ഭാമ ഈ കേസ് ബാധിക്കുന്ന പ്രശ്നമില്ല.
അല്ല സാറേ അങ്ങനെ പറഞ്ഞ ഭാമയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്. ഓ ഈ കേസ് ഉത്തമൻ ഭാമയെ ഏൽപ്പിച്ചാൽ ഇനി ഒരിക്കലും ഒരു കാര്യത്തിനും ഉത്തമൻ വില്ലേജ് ഓഫീസിലേക്ക് വരരുത്. അല്ല സാറേ ഞാൻ വിജയനോട് വാക്ക് പറഞ്ഞു പോയി, അവൻ അഡ്വാൻസ് തന്നു. ഈ നാട്ടിൽ ഭാമ മാത്രമല്ലല്ലോ വക്കീലായിട്ടുള്ളത്. ഉത്തം വേറെ ഏതെങ്കിലും വക്കീലെ കണ്ടുപിടിക്ക്. അല്ല പക്ഷെ ഈ അഡ്വാൻസ് ഒരു പക്ഷേയില്ല. ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാണ് ഉത്തമൻ നല്ലത്. അതെനിക്ക് അറിയാ സാറേ. അപ്പൊ പിന്നെ വേറെ വക്കീലിനെ കാണാം അല്ലേ? ആ അവന് ഈ കേസിനാരും ഭാമയോട് പറയാൻ വേണ്ട. ഓ ഓ അങ്ങനെ ഉണ്ടായാൽ അതിന്റെ നഷ്ടവും ഉത്തമൻ തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ? മനസ്സിലായി. എന്നാലും സാറ് ലീവ് തന്നിട്ടും കാഞ്ഞിര സാറ് പാലിയാച്ചിനും പോത്തത് കഷ്ടമായിപ്പോയി. ഇനി ഇങ്ങനെ ഒരു ആവശ്യം വരുമ്പോ ലീവ് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അതൊക്കെ ശരിയാ പ്രഭേ, പക്ഷേ അങ്ങനെ അങ്ങ് പോകുന്നത് ശരിയല്ലല്ലോ. നമ്മൾ പെണ്ണുങ്ങളൊന്ന് തല കുനിച്ചു കൊടുത്താൽ തലയിൽ ചവിട്ടി കയറാൻ നടക്കുകയല്ലേ ആണുങ്ങള്. ഇന്ന് ലീവ് വേണ്ടെന്ന് പറഞ്ഞപ്പോ മോനേഷ് സാർ എന്താ പറഞ്ഞത്? സാറിനോട് ഞാൻ സത്യം പറഞ്ഞിട്ടില്ലല്ലോ. പ്രഹ്ലാദൻ ചേട്ടന് വേറെ കുറച്ച് അത്യാവശ്യങ്ങൾ ഉള്ളത് കൊണ്ട് പോക്ക് വേണ്ടെന്ന് വെച്ചെന്നാ ഞാൻ പറഞ്ഞത്. സത്യം പറയല്ലോ പ്രഭേ, ഈ പാല് കാച്ചിന് പോണെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ലായിരുന്നു. പാല് കാച്ചി വിളിക്കാൻ അളിയൻ വീട്ടിൽ വന്നിട്ട് പോയപ്പോഴേ ഞാൻ പ്രഹ്ലാദൻ ചേട്ടനോട് പറഞ്ഞതാ എനിക്ക് ലീവ് കിട്ടില്ല എന്ന്. അപ്പം പ്രഹ്ലാദൻ ചേട്ടൻ പറഞ്ഞു, ഞാനില്ലാണ്ട് പാല് കാച്ചിന് പോയ ആളുകൾ ചോദിക്കും, അതുകൊണ്ട് ചെന്നേ പറ്റൂന്ന്. ഞാൻ പറഞ്ഞു നടക്കില്ല എന്ന്. ഒടുവിൽ എന്നോട് പറയാ പാല് കാച്ചിന് പോവാമെങ്കിൽ പുതിയൊരു സാരി വാങ്ങി തരാന്ന്. ഒരു സാരി കിട്ടുമെന്ന് കരുതി മാത്രമാ ഞാൻ സമ്മതിച്ചത്. ഇന്നലെ മോനേഷ സാറിനോട് കഷ്ടപ്പെട്ട് ഇക്കാര്യം പറഞ്ഞ് ലീവ് മേടിച്ചത് പ്രഭ കണ്ടതാണല്ലോ. ആ അത്രയും നുണ പറഞ്ഞതേ ആ സാരിക്ക് വേണ്ടിയായിരുന്നു. പക്ഷേ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ പ്രഹ്ലാദൻ ചേട്ടൻ പറയാ കയ്യില് 10ന്റെ കാശില്ല, സാരി പിന്നെ വാങ്ങാം. എനിക്ക് ദേഷ്യം വരാതിരിക്കും. ഞാൻ പറഞ്ഞു പാല് കാച്ചിന് എന്റെ പട്ടി വരൂ. ഉള്ള കാര്യം പറയല്ലോ പ്രഭേ, പ്രഹ്ലാദൻ ചേട്ടന്റെ വീട്ടില് ഒരു പരിപാടിക്കും പോകുന്നത് പണ്ടേ എനിക്കിഷ്ടമുള്ള കാര്യമല്ല. ഒരെണ്ണത്തിനും കൾച്ചറില്ല ആ വീട്ടില്. ആ കുടുംബത്തിൽ നിന്ന് ആകെ കോളേജിൽ പോയിട്ടുള്ളത് എന്റെ പ്രഹ്ലാദേട്ടൻ മാത്രം. എന്തായാലും കാഞ്ഞിര സാർ പോവാതിരുന്നോണ്ട് എനിക്കത് ഉപകാരമായി. ഇല്ലെങ്കിലേ താലൂക്ക് ഓഫീസിൽ കൊടുക്കേണ്ട റിപ്പോർട്ട് ഞാൻ ഒറ്റയ്ക്ക് എഴുതേണ്ടി വന്നു. അതെ. അയ്യോ. നമസ്കാരം സാർ. നമസ്കാരം. റിപ്പോർട്ടിന്റെ കാര്യം എന്തായി? എഴുതിക്കൊണ്ടിരിക്കുകയാണ് സാർ. കാഞ്ഞിര സാർ പാലിയാച്ചനും പോകത്തോണ്ട് ഇന്ന് ഉച്ചയാകുമ്പോഴേക്ക് റിപ്പോർട്ട് തീരുമെന്ന് ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. പ്രഹ്ലാദേട്ടൻ ഇന്ന് ആഫീസിൽ എന്തോ അത്യാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ പാലുകാച്ചിന് പോണ്ടെന്ന് വെച്ചത്. പ്രഹ്ലാദൻ ചേട്ടന് സാറിനെ പോലെയാ, ജോലി എന്ന് പറഞ്ഞാൽ മരിക്കും. പ്രഹ്ലാദൻ ചേട്ടനെ പോലൊരു ഭർത്താവിനെ കിട്ടിയത് എന്റെ ഭാഗ്യാണ് സർ. അതിനേക്കാൾ വലിയ ഭാഗ്യം പ്രഹ്ലാദന് കാഞ്ചനെ പോലൊരു ഭാര്യയെ കിട്ടിയതാണ്. ശിശുവലയുടെ എത്തിയിട്ടില്ല സാർ. വരുമ്പോൾ എന്നെ കണ്ടിടപ്പെട്ടാൽ മതി എന്ന് പറയണം. തോന്നുമ്പോൾ കയറി വരാനുള്ള സ്ഥലമല്ല വില്ലേജ് ഓഫീസ്. അപ്പോ ശിശുപാലൻ ചേട്ടന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി.
സാറ് വന്നോ പ്രൊഫസറെ? വന്നു എന്ന് മാത്രമല്ല, ശിശുപാലൻ ചേട്ടൻ എവിടെയെന്ന് ചോദിക്കുകയും ചെയ്തു. സാറിനെ കണ്ടിട്ട് ഒപ്പിട്ടാ മതി എന്നാ പറഞ്ഞത്. ഭഗവാനെ, കുഴപ്പമാവോ? പ്രശ്നമാവും. ശിശുപാലൻ ചേട്ടൻ എവിടെയായിരുന്നു ഇതുവരെ? ഒന്നും പറയണ്ട കാഞ്ചന സാറേ, ഞാൻ കൃത്യസമയത്ത് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. പഞ്ചായത്ത് ഓഫീസിന്റെ വളവ് തിരിഞ്ഞ് വരുമ്പോഴേ പുത്തമ്പരയിലെ ബാബുവിന്റെ വീട്ടിന്റെ മുന്നിൽ ഒരാൾക്കൂട്ടം. സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടി കയറി ചെന്നപ്പോഴേ ബാബു ഉണ്ടല്ലോ വീട്ടിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിപ്പാ. എന്തുപറ്റി? ചോരയാണെങ്കിൽ കുമുകുമാന്നൊഴുകും. ചോരയോ? എന്തു പറ്റി? എന്ത് പറ്റിയെന്നോ? ഒന്നും പറയണ്ട പ്രൊഫസറെ, കല്യാണം കഴിഞ്ഞതിന്റെ അന്ന് മുതൽ തുടങ്ങിയതാ ബാബുവും ശാരദയും തമ്മിലുള്ള വഴക്കേ. ബാബുവിന് വേറെ ഏതോ ഒരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്നാ ശാരദയുടെ സംശയം. വീട്ടിൽ നിന്ന് ബാബു പുറത്തേക്ക് ഇറങ്ങിയ ശാരദ സംശയിക്കും. ഒരു നേരം പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാ ഞാനുണ്ടാക്കുന്ന ഭക്ഷണം ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ലേ എന്ന് ചോദിച്ചാവും വഴക്ക്. അതുകൊണ്ടേ അവളെ പേടിച്ച് ബാബു പുറത്തുനിന്നൊരു ചായ പോലും കുടിക്കില്ലെന്ന്. ഇന്ന് രാവിലെ ശാരദ ഉണ്ടാക്കിയ ഉപ്പാവിന് രുചി പോരാന്ന് ബാബു ഒന്ന് പറഞ്ഞുപോയി. അതോടെ ശാരദയുടെ നിറം മാറി, ചീത്ത വിളിയായി, വഴക്കായി. അതോടെ കൈ കിട്ടിയ ചപ്പാത്തി പലകെടുത്ത് ബാബുവിന് തലക്കെട്ട് ഒറ്റ അടിയാ. സത്യം, ബാബുവിനെ ആശുപത്രിയിലാക്കിയിട്ടാ ഞാൻ വന്നേ. അതാ ഞാൻ താമസിച്ചേ. സത്യം പറഞ്ഞ മോഹനേഴ് സാറിന് മനസ്സിലാവൂ എന്തോ. അതാ. അല്ല, സാറും വക്കീലും കഴിയും പോലെ സ്നേഹത്തിൽ കഴിയുന്ന ഒരു വീട് നമ്മുടെ നാട്ടിൽ ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഭാര്യ ഭർത്താവിന്റെ തല തല്ലി പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ സാറ് വിശ്വസിക്കുമല്ലോ? എവിടെ? ഞാൻ വിശ്വസിച്ചു. നമസ്കാരം സാർ. ശിശുപാലൻ ഒപ്പിട്ടിട്ട് ജോലി തുടങ്ങിക്കോളൂ. ഇതെന്തു പറ്റി? എന്തു പറ്റി? സാറൊന്ന് പതിവില്ലാതെ ശാന്തനാണല്ലോ. ഭാമേ, ഒരു ചായ എടുക്ക. ഞാൻ ഉണ്ടാക്കുന്നൊന്നും കഴിക്കില്ലെന്നല്ലേ മോനോട് പറഞ്ഞത്? കഴിക്കില്ലെന്ന് ഉറപ്പില്ലാത്തോണ്ട് ഞാൻ ചായ ഉണ്ടാക്കില്ല. ചായ വേണം. ഞാൻ ഉണ്ടാക്കുന്ന ചായക്ക് രുചി ഉണ്ടാവോ? അല്ല, ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ ശാരദയെ പോലുള്ളവർ ഉണ്ടാക്കണമെന്നല്ലേ? ശാരദ ഉണ്ടാക്കുന്ന പോലെ ഒന്നും ഉണ്ടാക്കാൻ എനിക്കറിഞ്ഞൂടാ. ഇത്രയും കാലം നീ ഉണ്ടാക്കിയ ചായലയും കുടിച്ചതാ, ഇനി അത് മതി. നീ കമ്മല് വാങ്ങിയോ? ഇല്ല. അതെന്താ? എന്തായാലും കമ്മല് വാങ്ങുന്നില്ലേ നീ പറഞ്ഞത്? പൈസ കിട്ടിയില്ലേ? കിട്ടാനുള്ള പൈസയൊക്കെ കിട്ടി. എന്റെ കയ്യിലുള്ളതും കൂടെ ചേർത്ത് ആ കമ്മല് വാങ്ങാനൊക്കെ തികയുമായിരുന്നു. പിന്നെന്താ വാങ്ങാത്തെ? വാങ്ങേണ്ടതല്ലേ മോനോട് എന്നോട് പറഞ്ഞത്? മോനേട്ടനെ പേടിച്ചിട്ടൊന്നുമല്ല ഞാനത് വാങ്ങാത്തത്. എന്റെ പൈസ കൊടുത്തൊരു കമ്മല് വാങ്ങുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്ന കാശ് കൊണ്ട് എന്റെ ആവശ്യങ്ങൾ നടത്തുന്നതിൽ എന്താ തെറ്റ്? പക്ഷെ ഞാനത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും മോഹനേട്ടൻ അതിന്റെ പേര് സങ്കടപ്പെട്ട് നടക്കും. കാശ് ചെലവായതിന്റെ സങ്കടം ഒരു വശത്ത്, ഞാൻ അനുസരിച്ചില്ല എന്നുള്ള സങ്കടം വേറൊരു വശത്ത്. മോഹനേട്ടൻ സങ്കടപ്പെടുന്ന എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് കമ്മല് ഞാൻ വേണ്ടാന്ന് വെച്ചു. അല്ലെങ്കിലും ആഭരണങ്ങളോടൊന്നും വലിയ ഭ്രമമുള്ള ആളല്ല ഞാനെന്ന് മോഹനേട്ടൻ എന്നെ അറിഞ്ഞൂടെ? പിന്നെ വാശി കയറ്റുമ്പോ ഞാനും ചുമ്മാ വാശി കാണിക്കുന്നു മാത്രം. ഇതെന്താ മോനേട്ടാ? കമ്മല് വാങ്ങാനുള്ള പൈസ. ഒന്നോ രണ്ടോ കൊല്ലം കൂടുമ്പോ ഒരു കമ്മല് വാങ്ങണമെന്ന് പറയുന്നതില് എന്താ തെറ്റ്? അതിനുള്ള പൈസയൊക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ.
പിള്ളേരുടെ പൈസ അവിടെ ഇരിക്കട്ടെ. ഇത് എന്റെ വക ഒരു കമ്മനുള്ള പൈസ. നമ്മൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ തീർന്നല്ലോ. ഇനിയിപ്പോ ഒരു ചായ എടുക്ക. എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് മോനോട്ടനോട്. ലോകത്തുള്ള മനുഷ്യരൊക്കെ പലതരക്കാരാ. ഒരാളെ പോലെ വേറൊരാൾ ഉണ്ടാവില്ലേ? അതുകൊണ്ട് ഒരാളെ വേറൊരാളുമായിട്ട് താരതമ്യം ചെയ്യരുത്. മനസ്സിലായില്ല? പറയാം. അയാളുടെ ഭാര്യയെ കണ്ടുപിടിക്ക്, ആ പെണ്ണിനെ കണ്ടുപിടിക്ക്, ഭാര്യയായ അവളെ പോലെ വേണം എന്നുള്ള പറച്ചില് മോനായിട്ട് നിർത്തണം. വേറൊരു സ്ത്രീയുടെ ഭർത്താവിനെ കണ്ടുപിടിക്കാൻ ഞാൻ മോഹനേട്ടനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോഹനേട്ടൻ ഇഷ്ടപ്പെടുവോ? രാവിലെ അസുലോചനെ കണ്ടുപിടിക്ക്, കാഞ്ചനെ കണ്ടുപിടിക്ക്, ശാരദയെ കണ്ടുപിടിക്കുന്നൊക്കെ മോഹനേട്ടൻ എന്നോട് പറഞ്ഞില്ലേ? അത് ഓർമ്മയുണ്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞുള്ള നേരാ. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, നീ അവരാരെയും കണ്ടുപിടിക്കണ്ട. നീയായിട്ട് എന്നെ കരുതാ മതി. ഒരാളെയും കണ്ടുപിടിക്കണ്ട. എന്തു പറ്റി പെട്ടെന്നൊരു മനംമാറ്റം? ഈ ജീവിതാനുഭവങ്ങളാണല്ലോ നമ്മൾ ഓരോന്ന് പഠിപ്പിക്കുന്നത്. ഞാനിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അത് എന്താണെന്നൊക്കെ പിന്നെ പഠിപ്പിച്ചു തരാം. ഇപ്പോ നല്ല മധുരമുള്ളൊരു ചായ എടുക്ക. മറ്റൊരു സ്ത്രീയെ കണ്ടുപഠിക്കാൻ സ്വന്തം ഭാര്യയോട് പറയുന്ന ആണുങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നതിനെ പറ്റി വിശദീകരിക്കേണ്ടതില്ല. മോഹനകൃഷ്ണന് കാര്യമായ ദോഷങ്ങളൊന്നും ഉണ്ടായില്ല എന്നത് നേരാണെങ്കിലും അത് സത്യഭാമയുടെ മര്യാദ കൊണ്ടാണെന്ന സത്യം കണ്ടേ പറ്റൂ. മേലിലെങ്കിലും ഇമ്മാതിരി അബദ്ധങ്ങൾ വില്ലേജ് ഓഫീസർ കാണിക്കാതിരിക്കട്ടെ എന്ന് ആശംസിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.